നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൻ്റെ സെക്കൻഡ് സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കണ്ടാൽ മതി, എന്നാലാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ചെയ്യുന്നത് ഗ്രാഫിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അടുത്തതിൽ നമുക്ക് ടൈമിങ്ങും മറ്റു കാര്യങ്ങളും അങ്ങനെ ഡേ ബൈ ഡേ നമുക്ക് പതുക്കെ അങ്ങ് വളർന്നു പോകാം. അപ്പോൾ ഗ്രാഫിനെ നമ്മൾ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഗ്രാഫ് എന്ന് പറയുന്നത് റൗണ്ട് ഹിസ്റ്ററിനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞു പോയ റൗണ്ട് ഹിസ്റ്ററിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ ഒപ്പം തന്നെ റൗണ്ട് നമ്പർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്നും എടുക്കേണ്ടാൽ മതി. ഇത് തന്നെയാണ് റൗണ്ട് നമ്പർ. അപ്പോൾ ഇതാണ് റൗണ്ട് നമ്പറും ആ റൗണ്ട് നമ്പറിൽ വന്നിരിക്കുന്ന എത്രയാണോ കഴിഞ്ഞു വരികക്കുന്ന വാല്യൂ എന്നുള്ളതും, അതായത് 2.06 ആണ് ഈ കഴിഞ്ഞു പോയതിൽ. പിന്നെ അത് ഏത് ടൈമിലാണ് കവർ ചെയ്തത്. ഇതാണ് ആ റൗണ്ട് നമ്പർ എന്നുള്ള എന്നോട് ഉദ്ദേശിക്കുന്ന ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ കണ്ടുവെക്കുക എന്തായാലും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ റൗണ്ട് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഈ റൗണ്ട് ഹിസ്റ്ററിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി നമുക്കൊരു ബേസിക്കലി നമുക്കൊരു സേഫ് ആയിട്ടുള്ള സോണിലേക്ക് മാറ്റാം. അതായത് നമുക്ക് അത്യാവശ്യം ലോസ് ഇല്ലാതെ എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഈ റൗണ്ടിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം. ശരി, അപ്പോൾ ഗ്രാഫിൽ നിങ്ങൾ നോക്കിയാൽ, റൗണ്ട് ഹിസ്റ്ററിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് 3 കളർ കാണാൻ പറ്റും. ഒന്ന് ബ്ലൂ, 2ന് താഴേക്കുള്ള വാല്യൂസ് വരുന്നല്ല അവർ ബ്ലൂ കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. ശരി, മറ്റൊരു കളറുണ്ട്, ഏകദേശം ഒരു പർപ്പിൾ കളറിൽ നിൽക്കുന്ന സാധനം. 2 മുതൽ 10 വരെയുള്ള വാല്യൂസിന്, 9.99 വരെയുള്ള വാല്യൂസിന് ഒരു ഏകദേശം ഒരു പർപ്പിൾ ഷെയ്ഡുള്ള കളറിലും, ദെൻ 10 മുതൽ മുകളിലേക്കുള്ള ഹയർ വാല്യൂസിന് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം റോസും പർപ്പിളെല്ലാം കൂടി ചേർന്ന ഒരു കളറ്. എന്തായാലും കളറ് 3 എണ്ണം ഉണ്ട്, 3 അതിൻ്റെ വാല്യൂ വ്യത്യാസമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വാല്യൂസിന് അവർ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കാം. ലോവർ വാല്യൂ, ദാറ്റ് മീൻസ് 2ന് താഴേക്കുള്ള വാല്യൂസ്, 2 മുതൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന 9.99 വരെ വരുന്ന മറ്റൊരു വാല്യൂസിന് വേറൊരു കളറും, 3rd വാല്യൂ ഹയർ റിസ്ക് എടുത്ത് കളിക്കുന്നവർക്കുള്ള വാല്യൂ ആണ് 10 മുതൽ മുകളിലേക്കുള്ളത്. അപ്പോൾ അവിടെ നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ 3 വാല്യൂ അല്ല 3 കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 3 തരത്തിലുള്ള റിസ്ക് എടുക്കുന്ന ആളുകളെയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത, തീരെ റിസ്ക് എടുക്കാത്ത ആളുകളെയാണ് നമ്മൾ ബ്ലൂ ലൈനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പോൾ ഹൃദയം വല്ലാതെ ഇടിക്കുകയും വല്ലാതെ പേടി തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് ഓൾവേസ് ഈ ബ്ലൂ ലൈനിൽ മാത്രം കളിക്കുക. ദാറ്റ് മീൻസ് ഒരു 1.5 വരെ മാത്രം നിങ്ങൾ കളിക്കുക. കാരണം നിങ്ങൾക്ക് മൈൻഡിൽ പേടിയുണ്ട്. ഈ പറയുന്ന വാല്യൂവിനെ കാണുമ്പോൾ പേടിയുണ്ടാകും, ചിലപ്പോൾ വച്ചിരിക്കുന്ന എമൗണ്ടിനെ കുറിച്ച് പേടിയുണ്ടാകും, പോകുന്ന ഗ്രാഫ് പോകുന്ന രീതിയെ കാണുമ്പോൾ പേടിയുണ്ടാകും, എമൗണ്ട് കൂടി പോകുമ്പോഴോ കുറഞ്ഞു പോകുമ്പോഴോ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടത് 2ന് താഴേക്കുള്ള വാല്യൂ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഇവിടെ പിക്ചറിൽ കാണാൻ പറ്റും, ഫ്ലൈറ്റ് പോകുന്നു, അപ്പം തന്നെ സൈഡിൽ നിന്നൊരു ആര പോലത്തെ സാധനം മൂവ് ചെയ്യുന്ന പോലെ കാണും. നമുക്ക് ആകെ കൂടി നമ്മുടെ മൈൻഡിനെ ഒരു ഹാലുസിനേഷനിലേക്ക് കൊണ്ടുപോകുന്ന സാധനമാണിത് ഇവർ ഈ ഗ്രാഫിക്കലി കൊടുത്തിരിക്കുന്നത്. റൗണ്ട് സാധനമൊക്കെ എപ്പോഴും ഹാലുസിനേഷൻ്റെ സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരാൾ കാണിക്കുന്ന പോലെയൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഗ്രാഫിനെ ഓഫ് ചെയ്ത് കളയാം. അതിന് നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ് ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആനിമേഷൻസ് എല്ലാം ഓഫ് ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓഫ് ചെയ്യാം, സൗണ്ട് ഓഫ് ചെയ്യാം, എല്ലാം ഓഫ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാൻ ഹേർട്ട് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, റിസ്ക് എടുക്കാൻ തയ്യാറല്ല, ഹേർട്ട് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് പ്ലേ ബ്ലൂ ലൈനിൽ മാത്രം കളിക്കുക, 2ന് താഴെ കളിക്കുക. എന്നാൽ ശരി, അടുത്ത സെറ്റ് ഓഫ് മൈൻഡ് പീപ്പിളുടെ ഇൻറ്റൻഷൻ ഒന്ന് റിസ്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ നെവർ ടു ബി ടേക്കിങ് ഹൈ റിസ്ക് ഒന്നും എടുക്കില്ല. ഒരു നോർമൽ, ഒരു ആവറേജ് റിസ്ക് എടുക്കാൻ പറ്റുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സോണാണ് ഈ പറഞ്ഞ പർപ്പിൾ കളർ. അതായത് നമ്മൾ 2ാമത്തെ കളറിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ലേ, 2 മുതൽ 9.99ൻ്റെ അകത്തുള്ള വാല്യൂവിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുക. അതിന് മുകളിലേക്ക് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത്. ഓക്കെ, ആ ഒരു റേഞ്ചിൽ കളിക്കുക. അപ്പോൾ നിങ്ങളുടെ വാല്യൂ പരമാവധി 2ലും 3ലും 4ലും 5ലും വരെ, അല്ലെങ്കിൽ 5 മുതൽ അങ്ങനെ റേഞ്ചിൽ
മാത്രം എടുത്ത് കളിക്കുക, അല്ലെങ്കിൽ 9.9 അകത്ത് മാത്രം കളിച്ചു പോകുക. ഹൃദയത്തിൻ്റെ ബീറ്റിങ് അത്രമാത്രം ഒന്നുമില്ല, എന്നാലും ബീറ്റ് ചെയ്യുന്നുണ്ട്. റാപ്പിഡ് ബീറ്റിംഗ് അല്ല, കുറച്ച് പേടിയുണ്ട്, എന്നാലും ചെറിയ രീതിയിലുള്ള റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നുള്ളവർ അങ്ങനെ കളിക്കുക. ഇനി മൂന്നാമത്തെ കാറ്റഗറി റിസ്ക് എടുക്കാൻ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ റോസ് അല്ലെങ്കിൽ റെഡ് കളറിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് കളിക്കാം. യു ക്യാൻ ചൂസ് മോർ റിസ്ക്. അപ്പോൾ ഇവിടെ 3 തരത്തിലാണ് ആളുകളുടെ മൈൻഡ് സെറ്റ്. ആ രീതിയിലുള്ള പ്ലേ ലെവലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഗെയിമിനെ അങ്ങനെ കാണുക കേട്ടോ. ആ ഗെയിമിനെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഈ ഗ്രാഫിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ 3 കളർ കൊടുത്തിരിക്കുന്നതെന്നും അത് 3 ടൈപ്പ് ഓഫ് ആളുകൾ ഉദ്ദേശിച്ചിട്ടാണെന്നും 3 മൈൻഡ് സെറ്റിലുള്ളവരുടെ കളിയാണെന്നും ആദ്യം മനസ്സിലാക്കുക. ശരി, അപ്പോൾ ഈ ഗ്രാഫിൻ്റെ കളറ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ നമ്മൾ ഏതിൽ പ്ലേസ് ചെയ്യും, എങ്ങനെ പ്ലേസ് ചെയ്യും എന്നുള്ളത് അത് നമ്മുടെ യുക്തിയാണ്. ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് നമുക്ക് പ്ലേസ് ചെയ്യാം. ഞാൻ ഇന്നലെ കഴിഞ്ഞ തവണ നമ്മൾ എങ്ങനെയാണ് എമൗണ്ട് പ്ലേസ് ചെയ്യുന്നുള്ള കാര്യമെല്ലാം ഞാൻ ഷോർട്ടായിട്ടൊരു സമ്മറിയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാനിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാം. ഞാൻ എപ്പോഴും പറയുന്നത് ഓൾവേസ് ഫിക്സ് എ ടാർഗറ്റ്. നിങ്ങൾക്കൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ആ ടാർഗറ്റിന് മുകളിലേക്ക് നിങ്ങൾ കളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ കളിക്കുമ്പോൾ നമ്മളൊരു ഗ്രീഡി പേഴ്സണായിട്ട് മാറും. ഓൾവേസ് ഗ്രീഡി ആയിട്ട് മാറി നമ്മൾ ചിലപ്പോൾ കൂടുതൽ കളിച്ച് ഉള്ളതും കൂടി പോകും. കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് വന്നത് ഒരാൾ 26 വരെ ഏൺ ചെയ്തു, അതിനുശേഷം തിരിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് ലോസായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂന്ന് മൈൻഡ് സെറ്റിലാണ് ഈ ഗെയിം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ബോധത്തോടെ മാത്രം ഇതിനെ അപ്രോച്ച് ചെയ്യും. ശരി, നമുക്ക് ബാക്ക് ടു ഗ്രാഫിലേക്ക് വരാം. അപ്പോൾ 3 കളറും സാധനങ്ങളും മനസ്സിലായി. നമ്മൾ പറഞ്ഞു ഗ്രാഫിന് എല്ലായ്പ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഗ്രാഫിന് എല്ലായ്പ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞു. ആ ടെൻഡൻസി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെൻഡൻസി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ ഗ്രാഫിൽ പോയിരിക്കുന്ന ഈ കളറിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റിയത് കളറിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 റൗണ്ട് 2-ന് താഴെ ബ്ലൂ ലൈനിൽ പോയിട്ടുണ്ട്. 7 റൗണ്ട് ഏറ്റവും അവസാനത്തെ നിന്ന് തുടങ്ങുകയാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 7 റൗണ്ടാണ്. അതിനുശേഷം വന്നിരിക്കുന്നത് ഒരു ആവറേജ് റിസ്ക് എടുക്കുന്ന ആളുടെ 5.22ലാണ് ഗ്രാഫ് വെക്കുന്നത്. 7 റൗണ്ട് എഗെയിൻ ഒരു 1, പിന്നെ ഒരു ആവറേജ് പ്ലേയേഴ്സിനും ഒരു റിസ്ക് എടുക്കുന്ന ഒരു പ്ലെയറിന് വേണ്ടിയിട്ടുള്ള റിസൾട്ടാണ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നോക്കുക, 7 റൗണ്ട് നോർമൽ പ്ലെയറും 8ാമത്തെ റൗണ്ട് ഒരു ആവറേജ് റിസ്ക് എടുക്കുന്ന ആൾക്കും പിന്നെയുള്ള 4 റൗണ്ടിൽ ആവറേജ് റിസ്ക് എടുക്കുന്ന ആൾക്കും അതിന് മുകളിലേക്കുള്ള ആൾക്കുള്ള റിസൾട്ടാണ് സിസ്റ്റം ജനറേറ്റ് ചെയ്തേക്കുന്നത്. അതൊരു കോമ്പിനേഷൻ. വീണ്ടും ഇവിടെ നോക്കാം, 1, 2, 3, 4, 5, 6 റൗണ്ട്. ഓക്കെ, 6 റൗണ്ട് നോർമൽ പ്ലെയർ, 7ാമത്തെ റൗണ്ട് ആവറേജ് എടുക്കുന്ന ആൾക്ക് 8, 9, 10, 11, പിന്നെയുള്ള 4 റൗണ്ട് ആവറേജ് പ്ലേയേഴ്സിനുള്ളതാണ്. ഓൾവേസ് അണ്ടർ ഇൻ ബിറ്റ്വീൻ 2 to 9.9ൻ്റെ അകത്തായിരിക്കും ഇത്. ഓക്കെ, എഗെയിൻ ഇവിടെ 1, 2, 3, 4, 5. ഓക്കെ, 5 റൗണ്ട് നോർമല്, ബാക്കി 3 റൗണ്ട് അണ്ടർ 10 ആണ്. 2 to under 10 ആണ്. ഓക്കെ, ഇപ്പം ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ എണ്ണിയത് നോർമൽ പ്ലെയറുള്ള 7 റൗണ്ടാണ്. 1, 2, 3, 4, 5, 6, 7. അതൊരു സെറ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള 4 ലെയർ അല്ലെങ്കിൽ 5 പ്ലേ നോക്കിയാൽ മതി. ആവറേജും എബോ ആവറേജുകാർക്കുള്ളതാണ്. അതായത് പിങ്ക് കളറും റെഡ് 10ന് മുകളിലേക്കുള്ളതും അടുത്ത 5 റൗണ്ടിൽ വന്നിട്ടുണ്ട്. എഗെയിൻ ഇവിടെ നോക്കുക, ഇവിടെ 7 ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ ആ പേരിൻ്റെ ഒരെണ്ണം കുറഞ്ഞു. അടുത്ത സെറ്റ് നിങ്ങൾ ബ്രില്യൻ്റ് മനസ്സിലാക്കുക, ഇവിടെ 7 അണ്ടർ 2 ആയിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് 6 ആയിരിക്കും. 1, 2, 3, 4, 5, 6. ദെൻ എഗെയിൻ അടുത്ത 4 എണ്ണം 2 മുതൽ 10 വരെയുള്ള വാല്യൂവിൻ്റെ അകത്താണ് വന്നിരിക്കുക. ശരി, ദെൻ അടുത്ത സെറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ 7, 6 ആയിരുന്നു. ഇവിടെ വരുമ്പോൾ 1, 2, 3, 4, 5, 7, 6, 5. ഇപ്പോൾ 3 സെറ്റ് ഓഫ് പ്ലേ ആയി, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് 5 ആയി. അടുത്ത 4 എണ്ണം 1, 2, 3, 4 എണ്ണം. ആ 4 എണ്ണം എന്താണ്? ഓൾവേസ് ഷുവറായിട്ട് നിങ്ങൾക്ക് 2 മുതൽ
10 വരെയുള്ള വാല്യൂവിൻ്റെ അകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വലിയ സെറ്റ് ഓഫ് പ്ലേ പോകുന്നുണ്ടെങ്കിൽ, അതായത് 4 മുതൽ മുകളിലേക്ക് 4 മുതൽ 8 വരെയുള്ള സെറ്റുകളുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഓരോ സെറ്റും മിക്കവാറും ഒരു 99% അടുത്ത സെറ്റ് ഒരു നമ്പർ കുറവായിരിക്കും. ഞാൻ പറഞ്ഞോട്ട് ഇവിടെ 7 സെറ്റാണെങ്കിൽ അടുത്ത സെറ്റ് വന്നിരിക്കുന്നത് എല്ലായ്പ്പോഴും 6 നമ്പറുള്ള സെറ്റാണ്. ഓക്കെ, അണ്ടർ 2-ൽ അത് ബ്ലൂ ലൈൻ വരുന്നത് 6 നമ്പർ ആയിരിക്കും. അടുത്ത സെറ്റ് വരുമ്പോൾ അത് 5 ആയിരിക്കും. ഇനി അടുത്ത സെറ്റ് വരുമ്പോൾ അത് 4 ആയിരിക്കും. പിന്നീടുള്ള സെറ്റ് വരുമ്പോൾ 3 ആയിരിക്കും. പിന്നീടുള്ളത് 2, 1 അങ്ങനെയായിരിക്കും പോവുക. ഇതൊരു ബ്ലൂ ലൈൻ്റെ ട്രെൻഡിങ് പാറ്റേൺ ആണ്. ഇറ്റ്സ് കോൾഡ് ട്രെൻഡ്. ഇതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ട്രെൻഡ് എന്ന രീതിയിൽ നമ്മൾ പറയാം. എനിക്ക് തോന്നുന്നു ഈ കാര്യം ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇത് ബ്ലൂ ലൈനിലും ബാധകമാണ്, ഈ പറയുന്ന പിങ്ക് ലൈനിലും ബാധകമാണ്, ഇനി മറ്റ് ഹയർ റിസ്കിനുള്ള ലൈനിലും ഇതേ പാറ്റേൺ ബാധകമാണ്. പിന്നെ ഒരിക്കലും ഹയർ റിസ്ക് ഉള്ള പാറ്റേൺ, അതായത് 10 മുകളിലേക്കുള്ളത് ഒരിക്കലും ഇങ്ങനെ ട്രെൻഡിൽ വരില്ല. മാക്സിമം 2, 3 അത്രേ വരുള്ളൂ. അതിന് മുകളിലേക്ക് വരില്ല ഒരിക്കലും ട്രെൻഡിൽ. പകരം ഈ ബ്ലൂ ലൈനും പിങ്ക് ലൈനും ഈ ട്രെൻഡ് ഫോളോ ചെയ്യും. അപ്പോൾ ഈ ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ഒരു ഗ്രാഫിനെ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. ഞാനീ പറയുന്നത് ഒരു രീതിയാണ്. തൽക്കാലം ഈ ഒരു രീതിയാണ് ഞാൻ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് മനസ്സിലാക്കിയെടുക്കുന്ന കുറേ രീതിയിലുണ്ട്. തൽക്കാലം ഞാൻ ബ്ലൂ ലൈനും ഈ പറഞ്ഞ പിങ്ക് ലൈനും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ ഈ പാറ്റേൺ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത പാറ്റേൺ ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മളിപ്പോൾ 5 വരെ പറഞ്ഞിരുന്നു. 1, 2, 3, 4, 5. ഓക്കെ, അതിനുശേഷം വന്ന ബ്ലോക്ക് നോക്കിയാൽ മതി. 4 എണ്ണത്തിൻ്റെ ബ്ലോക്ക്. വീണ്ടും 5 തന്നെ റിപ്പീറ്റ് ചെയ്യണം, കാരണം ഇവിടെ ഒത്തിരി റൗണ്ട് പോയിട്ടുണ്ട്. 1, 2, 3, 4, 5. കാരണം അതിന് മുമ്പായിട്ട് ഇവിടെ പിങ്ക് ലൈനിൻ്റെ ഒരു 1, 2, 3, 4, 5, 6 ബ്ലോക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ട്രെൻഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പകരം 5 എണ്ണത്തിൻ്റെ ബ്ലോക്ക് നിന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഓൾറെഡി പിങ്ക് ലൈൻ കൂടുതൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പുറത്ത് ബ്ലൂ ലൈനിൽ ഒരെണ്ണം കൂടി ആഡ് ചെയ്തു. അത്രയേ ഉള്ളൂ അതിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെ ബ്ലോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ആ ബ്ലോക്ക് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത 4 എണ്ണം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2-ൽ ഗ്യാരണ്ടീഡായിട്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. ഇതൊരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്, റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞ ആ ബ്ലോക്ക് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത 4 5 എണ്ണം കണ്ടിന്യൂസ്ലി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തായാലും 2 മുതൽ 10 വരെയുള്ള വാല്യൂവിൻ്റെ റിസൾട്ട് ജനറേറ്റ് ചെയ്യും. 2 മുതൽ 10 വരെയുള്ളത്. പിന്നീട് അതിൻ്റെ അകത്ത് റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിലേക്കും വയ്ക്കാം. അത് പിന്നെ ടോട്ടൽ ഗ്രാഫിൻ്റെ ട്രെൻഡും കൂടി നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ 50, 100 പോകുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ട്രെൻഡിനെ ഫോളോ ചെയ്യാം. ഒപ്പം തന്നെ ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ട്രെൻഡിനെ അനലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് ചില സ്പെസിഫിക് നമ്പേഴ്സിനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ നമ്പർ വന്നു കഴിഞ്ഞാൽ അടുത്ത 4 വെട്ടിനുള്ളിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് 10 കിട്ടും, അല്ലെങ്കിൽ 10 to 20 കിട്ടും. അങ്ങനെയുള്ള കുറച്ച് നമ്പേഴ്സ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഉള്ളൂ. അതിന് ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നീട് പറയാം. ഇപ്പോൾ ഗ്രാഫിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സീരീസ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ നമ്പറിനെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് പറയാം. എനിവേ, ഇങ്ങനെ നമുക്ക് ഗ്രാഫിനെ അനലൈസ് ചെയ്യാന്നുള്ളവർക്ക് ഞാൻ 2 ട്രെൻഡേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ബ്ലൂ ലൈൻ്റെ ട്രെൻഡും മറ്റൊന്ന് പിങ്ക് ലൈൻ്റെ ട്രെൻഡും. പിങ്ക് മീൻസ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അണ്ടർ 10 ആണ് കേട്ടോ. മറ്റേത് റോസ് പോലെ ഇരിക്കുകയാണെങ്കിൽ കളർ വന്ന് എനിക്ക് കളറിനെ പറയാനറിയാൻ പാടില്ല. റോസ് റെഡ് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യണം, മനസ്സിലാക്കാം. ആ ബ്ലോക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് 8 എണ്ണമാകാം, ചിലപ്പോൾ അത് 12ൻ്റെ ബ്ലോക്ക് ആവാം. 8, 12 പിന്നീട് വരുന്നത് അതിൻ്റെ താഴേക്ക് വരുള്ളൂ. 12 വന്നാൽ ഒരിക്കലും അടുത്ത ബ്ലോക്ക് 11 വരില്ല. നോർമലി അത് 8ലേക്കായിരിക്കും വീഴുക. പിന്നെ 8, 7, 6, 5, 4, 3, 2, 1 ഇങ്ങനെയാണ് വരിക. പിന്നെ ഈ 1 വരെ വന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു പോകും. വീണ്ടും 8-ലോ 12-ലോ അല്ലെങ്കിൽ 5-ലൊക്കെ ആയിരിക്കും ആ ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്യും. അതിന് റിപ്പീറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഈ ബ്ലോക്കുകൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യപ്പെടും. ഇതൊരിക്കലും ഇങ്ങനെ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യുന്നതല്ല. ഇത് ഈ ബ്ലോക്കുകൾ ബ്രേക്ക് ചെയ്യപ്പെടുന്ന സമയങ്ങളുണ്ട്. ആ ബ്രേക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് വീണ്ടും അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഗ്രാഫ് ഇതുവരെയുള്ള ട്രെൻഡിൽ നിന്ന് മാറുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എവിടെയാണ് ഈ ബ്ലോക്കുകൾ ബ്രേക്ക് ചെയ്യുന്നത്,
ദാറ്റ് മീൻസ് ഗ്രാഫ് ചേഞ്ചായി, അവിടെ വെച്ച് ചേഞ്ചായി എന്ന് വിചാരിച്ചോളുക. അപ്പോൾ വീണ്ടും ഗ്രാഫിനെ നോക്കുക, വീണ്ടും നിങ്ങൾക്ക് പുതിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഗ്രാഫിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു ബേസിക് മെത്തഡോളജി എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ അധികം ലോസ് ഇല്ലാതെ നമുക്ക് ഗെയിമിന് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഗ്രാഫിനെ അനലൈസ് ചെയ്യാനുള്ള അടുത്ത മാർഗ്ഗം, അടുത്ത രീതിയൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അതുവരെ ബൈ.